വെൽക്കം ബാക്ക് ടു ചാനൽ. ഫ്രണ്ട്സ്, ഈ 3 ക്യാൻവാസ് വെച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കല്ലുവാണ്. ഈ 2 ക്യാൻവാസ് വെച്ചുകൊണ്ടിരിക്കുന്ന പപ്പുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാരണം മുമ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അറിയണ്ടേ. ഇന്നത്തെ വീഡിയോ നമ്മൾ ക്യാൻവാസ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പടം വരയ്ക്കാൻ പോകുന്നില്ല. പപ്പുവും 2 എണ്ണം ഉണ്ട്, എനിക്ക് 3 എണ്ണം. നമ്മൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പോകണം. ഇതിൽ സ്പൈഡർമാനാണ് വരയ്ക്കുന്നത്, പിന്നെ ബാറ്റ്മാൻ. ഓക്കെ ഫ്രണ്ട്സ്, പപ്പുവിന് 2 ക്യാൻവാസ് മതി എന്ന് പറഞ്ഞു. കാരണം അവൻ സ്പൈഡർമാനും ബാറ്റ്മാനുമാണ്. ഞാനൊരു മൗണ്ടൈനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളിത് കണ്ടോ? ഈ കാണുന്ന വാട്ടർ കളർ ഇതെൻ്റെ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ദേവു എനിക്ക് വാങ്ങിച്ചതാണ് എൻ്റെ ബർത്ത്ഡേക്ക്. ഇതുവരെ യൂസ് ചെയ്തില്ല. എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബറിലാണ്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകണം. പപ്പുവിൻ്റെ കാണുന്ന ഇതാണ് നമ്മൾ നാളെ ലുലു മാളിൽ പോയപ്പോഴത്തേക്കും വാങ്ങിച്ചതാണ്. കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് അവൻ കളർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അതിൻ്റെ വൈറ്റ് ഒരു പോളിഷ് അല്ലാതെ ഇതാണ് നമ്മൾ ബ്ലെൻഡിങ് ബ്രഷ് പെന്നാണ്. അങ്ങനെ നമ്മൾ ഔട്ട് ലൈൻ വരയ്ക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. കുറച്ച് സ്പീഡ് അടിച്ച് വിടാണ് കേട്ടോ. ഒരുപാടുണ്ട് വീഡിയോ. ഞാൻ പപ്പു എനിക്ക് 2 റാണൊക്കെയാണ് ഞാൻ വരച്ച് വെച്ചേക്കുന്നത്. 2 എണ്ണത്തിലും സ്പൈഡർമാനും ബാറ്റ്മാനും ആയതുകൊണ്ട് എനിക്ക് സിമ്പിളാണ്. ചേച്ചിക്ക് ഇത്തിരി പാടാണ്. അപ്പോൾ ചേച്ചി അവിടെ അങ്ങനെ ആക്കി എഴുതിയിട്ടുണ്ട്. ഞാൻ പടം വരയ്ക്കുമ്പം മല, താഴെ വെള്ളം പോകുന്ന മുകളിൽ ആകാശം, അങ്ങനെ വരച്ചത്. മൂണാണോ സണ്ണാണോന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറേ അല്ല അതിന്. അങ്ങനെ താഴെ നിന്ന് വരയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് പിന്നെ താഴെ ഒരു 5.5 സെൻറ്റിമീറ്റർ, മുകളിൽ സ്കൈക്ക് ഒരു 4 സെൻറ്റിമീറ്റർ വെട്ടിച്ചാണ് ഞാൻ വരച്ചത്. അപ്പോൾ അവിടെ കമന്ന് കിടന്ന് വരയ്ക്കുന്നുണ്ടോ? ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഞാൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. പപ്പു ഇപ്പോഴും സ്പൈഡർമാൻ്റെ ബാറ്റ്മാൻ്റെ തലയായിട്ടുള്ള മത്സരത്തിലാണ്. എന്നെ കളിയാക്കല്ലേ. എൻ്റെ കളർ അടിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ മായ്ക്കുകയാണ്. എൻ്റെ പുറകിൽ നമ്മൾ കളർ അടിക്കാൻ പോവുകയാണ് ഞാനും. അയ്യോ, കുറേ നാളായി വാട്ടർ കളർ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മറന്നു തന്നെ പോയി ഇങ്ങനെയാണ് അടിക്കുന്നത്. ബേസിന് വാട്ടറൊന്നും കൊടുക്കാതെയാണ് അടിച്ചത്. പപ്പു ഡാർക്ക് ചെയ്ത് വരുന്നുണ്ട്. ഇതേ അങ്ങനെ ഞാൻ പിന്നെ ഒരുവിധം അടിച്ചാൽ ചേർക്കുന്നുണ്ട്. ആദ്യത്തെ സ്റ്റാർട്ടിങ് ട്രിപ്പിൾ ആയിരുന്നു അത്. പപ്പു ദേ സ്പൈഡർമാൻ്റെ തല വരയ്ക്കാൻ വേണ്ടി അളവെടുക്കുകയാണ്. ഫ്രണ്ട്സ്, അത് ഒരു സ്ക്വയർ അത് നമുക്ക് ആവശ്യമുണ്ട്. ആ വര മായ്ക്കണ്ട, പക്ഷെ ചെറിയ വര മായ്ക്കണം. പപ്പു ആ വര കൂട്ടുമുട്ടുന്ന പോയിന്റ് നടുക്ക്, അതിൻ്റെ മൂക്കല്ല കണ്ണിന് രണ്ടിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റൻസ് ആക്കി എടുത്തതിന് ശേഷം അവിടെ നിന്ന് 2 കണ്ണ് വരയ്ക്കുന്നത്. അങ്ങനെ എൻ്റെ മലയ്ക്ക് ടീൽ കളറാണ് വരുന്നത്. ഫസ്റ്റ് മിക്സ് ചെയ്ത് അങ്ങനെ രണ്ടാമത് ഞാൻ വീണ്ടും മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു ഡാർക്ക് ടീലിങ് കിട്ടി. എൻ്റെ ഒരു കണ്ണ് ശരിയായി. അതിന് വീണ്ടും മാറ്റിയിട്ട് ഞാൻ വരയ്ക്കാൻ ഫ്രണ്ട്സ്. വീണ്ടും വരച്ചിട്ട് ശരിയായില്ല ഫ്രണ്ട്സ്. അപ്പം ഞാൻ വീണ്ടും ചേച്ചിയാണ് വരച്ചത്. എനിക്ക് ഫ്രണ്ട്സ്, ഞാൻ പ്രോബ്ലം ഫേസ് ചെയ്ത സ്ഥലം ഇതാണ്. കാരണം സർക്കിൾ വരയ്ക്കാൻ ഞാൻ വരച്ച് വന്നപ്പോഴത്തേക്ക് ഒരു സൈഡ് കൂടിപ്പോയി.
നമ്മൾ സാധാരണ അങ്ങനെയല്ലേ, പപ്പുവിനും എനിക്കും ഒരേപോലെയാണ്. കാരണം നമ്മൾ സർക്കിൾ വരച്ച് എവിടെയെങ്കിലും കൂടിപ്പോയി പിന്നെ സർക്കിളിൻ്റെ എണ്ണം വലുതാവുന്ന വരെ നമ്മളിത് വലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ വരച്ച സർക്കിളിൻ്റെ നല്ല വലിപ്പം കൂടിയിട്ടുണ്ടായിരുന്നു ആ സർക്കിളിന്. ഫ്രണ്ട്സ് എൻ്റെ ഹൈ ഇത്രയായി. നമ്മളിതേ പിടിച്ചു കഴിഞ്ഞു ഒന്നാമത്തത്. ഫ്രണ്ട്സ് ഇതുവരെ ശരിയായിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ബാക്ക്ഗ്രൗണ്ട് എന്തായാലും വൈറ്റായിട്ട് കൊടുക്കുന്നത് ബോറല്ലേ, ഗോൾഡ് വെള്ളം കൂട്ടി അടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഗോൾഡ് വെള്ളം കൂട്ടി അടിക്കാൻ തീരുമാനിച്ചതിന് ശേഷം മിക്സ് ഇവിടെ മിസ്കി അതിനുശേഷം ഞാൻ കൊടുത്തു. ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ വെള്ളത്തിൻ്റെ സ്ഥാനത്തും ഗോൾഡ് അടിച്ച് കയറ്റി. പിന്നെ അടിച്ച് തീരാറായപ്പോഴാണ് ഒരു ബോധോദയം വന്നത്, എന്തിനാണ് ഞാൻ വെള്ളത്തിൽ ഗോൾഡ് അടിച്ചത്. ഫ്രണ്ട്സ് ഞാൻ പിന്നീട് ഇപ്പോഴത്തെ കണ്ണ് മാറ്റിയതിന് ശേഷം വേറെ കണ്ണ് വരച്ച് ഇപ്പം ശരിയായി. അങ്ങനെ ഞാൻ ഈ ബോധമില്ലാതെ ഒരുപാട് നേരത്തേക്ക് ഗോൾഡ് അടിച്ചുകൊണ്ടിരുന്നു. ഇതാണ് എൻ്റെ ഒരു സ്പൈഡർമാനും എൻ്റെ ഒരു ബാറ്റ്മാനും. നമ്മൾ രണ്ടുപേരും അടുത്ത പടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അടിച്ചു തുടങ്ങി. ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ അടിച്ച് വയ്ക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അവഞ്ചേഴ്സിൽ ഏവരെയാണ് ഇഷ്ടം എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ അടുത്തത് അടിച്ച് തീരാറായി. അതിന് അളവ് വെച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ പച്ചമുളക് ചെറിയൊരു അളവ് വ്യത്യാസം. ഫ്രണ്ട്സ്, ഞാൻ കളർ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
അടുത്ത് അടിച്ചു വന്നു. പക്ഷെ പപ്പുൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഫ്രണ്ട്സ്, ഞാൻ അടിച്ചു വന്നപ്പം സ്പൈഡർമാന് തൊപ്പിയായിട്ടുണ്ട്. അങ്ങനെ സ്പൈഡർമാൻ മഴ നനയാതിരിക്കാൻ വേണ്ടി പപ്പു തൊപ്പി വരച്ചു കൊടുത്തു. ഫ്രണ്ട്സ്, അപ്പോഴാണ് എൻ്റെ തലയിലൊരു ബുദ്ധി വന്നത്. അപ്പം ഞാൻ അത് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഞാൻ കാണിച്ചായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് പപ്പു ചെടന്തി വരയൊക്കെ വരയ്ക്കുകയാണ് മുഖത്ത്. പക്ഷെ അവിടെ ഡോട്ട് വന്നു ഫ്രണ്ട്സ്. അത് നോക്കാൻ മാറ്റാൻ വേണ്ടി 18 പണിയും നോക്കി, പക്ഷെ നടന്നില്ല. അങ്ങനെ എൻ്റെ ഈ സർക്കിൾ വരയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. കാരണം ഒരു റെക്റ്റാങ്കിൾ ബ്രഷില്ല, എന്തായാലും ആ സാധനം ഞാൻ വരച്ചത്. റൗണ്ട് ബ്രഷ് അല്ല, ഒരു കറക്കത്തിൽ അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ അത് വരച്ച് തീർന്നു. ഇനി പപ്പു കളർ എന്ന കടമ്പയിലേക്ക് ഇറങ്ങിയാണ്. ഞാൻ വെള്ളത്തിൻ്റെ ഇത് വരയ്ക്കാനും തുടങ്ങി. ഫ്രണ്ട്സ്, ഞാൻ അവിടെ അടിക്കുമ്പോൾ വീണ്. പപ്പുൻ്റെ അത് മാറ്റാൻ വേണ്ടി നമ്മൾ വാട്ടർ കളറിൻ്റെ അത് സ്പ്രെഡായി. പിന്നെ ഞാൻ വൈറ്റ് അക്രീലിക് വെച്ച് അത് കവർ ചെയ്തു. അപ്പോൾ അത് ഓക്കെ ആയി. ഇത്രയ്ക്ക് അറിയാനൊന്നും നോക്കൂല. പിന്നെ ഇവിടെയും ഞാൻ ഒരുപാട് നേരം ഞാൻ യൂസ് ചെയ്ത് ഇതിന് വേണ്ടിയാണ്. ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ തിരകൾ ഇങ്ങനെ അടിക്കാൻ വേണ്ടി, ആ ലൈറ്റാക്കി വരാൻ വേണ്ടി ഒരുപാട് നേരം എടുത്തു. അതാണ് സ്പീഡിൽ അടിച്ച് കയറ്റിയത്. ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനത്തെ മോഡലാണ് അടിക്കാന്ന് പറഞ്ഞത്. ചേച്ചിയാണ് ഇത് വരച്ചിരുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, ഞാനതിൽ യു ആർ അമേസിങ് എന്ന് എഴുതി കൊടുത്ത്. അതുകൊണ്ട് ജസ്റ്റ് ആ അമേസിങ് മാത്രം ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ വന്നപ്പോൾ അവൻ പിടിച്ച് വാങ്ങിച്ചത് ആ യുവിനെ കൊളോക്കി കളഞ്ഞു. യു മനസ്സിലാവാത്ത രീതിയിലേക്ക് പോയി. എങ്കിലും കൊള്ളാം. അങ്ങനെ താഴത്തെ ഫ്രണ്ട്സ്, അടുത്ത് ഞാൻ ബാറ്റ്മാനെ വരയ്ക്കാൻ പോവുകയാണ്. പണിത് വാങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതുപോലെ അതേ സ്ഥാനത്ത് ഇവിടെ റെഡ് കളറാണ്. അങ്ങനെ ഇതും ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുത്തത്. 2000 years later. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പപ്പു വരച്ചതാണ് ആദ്യം കാണിക്കാൻ പോണത്. ഇതാണ് പപ്പു വരച്ച പപ്പുൻ്റെ കിടിലൻ ലുക്ക്. സൂപ്പർ ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളതൊക്കെ മുമ്പേ കാണിച്ചോളൂ. ഫ്രണ്ട്സ്, നിങ്ങൾ പറ, മുമ്പേ കാണിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ പപ്പുവിൻ്റെ കിടലൻ വരകളും ഞാൻ ആദ്യം കാണിച്ചതാണ് ഇഷ്ടപ്പെട്ടത്. അടുത്ത എൻ്റെ കാണിച്ചു തരാം. അത് ഞാൻ ചേർത്താണ് വെച്ചിരുന്നത്. അപ്പം അവൻ പറഞ്ഞു അവൻ്റെ ചരിച്ച് താഴ്ത്തി വെച്ച് കാണിക്കണം. അങ്ങനെ ഞാൻ താഴ്ത്തി വെച്ച് കാണിച്ച്, എന്നിട്ട് എൻ്റെതും ഞാൻ താഴ്ത്തി വെച്ച്. ഫ്രണ്ട്സ്, എനിക്കിഷ്ടപ്പെട്ട്, പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അമ്മ മുഖത്ത് നോക്കി പറഞ്ഞു. ഫ്രണ്ട്സ്, പപ്പുവിൻ്റെ ഇഷ്ടപ്പെട്ട്. അല്ലെങ്കിലും കലാകാര സമൂഹം ഇങ്ങിരിക്കില്ലല്ലോ. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.